ഹലോ മുത്തുമണീസ്. അപ്പോൾ ലാസ്റ്റ് ആൻഡ് ഫൈനൽ കോലാലംപൂർ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങൾ രാവിലെ ഒരു 9:30 ആയപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോയി. ഇതാണ് കേട്ടോ അവിടുത്തെ ഡൈനിങ് ഏരിയ. ഞാൻ ഇതൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല അല്ലേ, ലാസ്റ്റ് ദിവസമാണ് ഇതൊക്കെ ശരിക്കും എനിക്ക് ഓർമ്മയിൽ വന്നത്. ഇതൊക്കെ ഉൾപ്പെടുത്തണം എന്നുള്ളത്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് എല്ലാം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരു ബ്രേക്ക്ഫാസ്റ്റ് അവിടെ വെച്ചിട്ടില്ലല്ലോ, അപ്പോൾ എല്ലാം നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് നേരെ പോയത് അക്വേറിയത്തിലേക്കാണ്. ഈ അക്വേറിയം വരുന്നത് ട്വിൻ ടവറിൻ്റെ താഴെയായിട്ടാണ്. അപ്പോൾ അവിടേക്കാണ് നമ്മൾ ഫസ്റ്റ് പോയത്. നമുക്കത് മാത്രമേ ഉള്ളൂ അന്ന്, വേറെ ഡെസ്റ്റിനേഷൻസ് ഒന്നുമില്ല. അതാണ് ലാസ്റ്റ്. അപ്പം അന്ന് ബ്രദറും കൂടെ ഉണ്ടായിരുന്നു. അവൻ അന്ന് ലീവ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങളെ കൂടെ അവനും അക്വേറിയത്തിലേക്ക് പോന്നിരുന്നു. അപ്പോൾ ഞങ്ങൾ നേരെ അങ്ങോട്ടാണ് പോകുന്നത്. അക്വേറിയത്തിലേക്ക് നമുക്ക് ട്രാവൽ ഏജൻസി തന്നെ ടിക്കറ്റൊക്കെ എടുത്തു തരുന്നതിന് നമുക്ക് ആ ഒരു ചൊറയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നേരെ നമ്മൾ അക്വേറിയത്തിലേക്ക് പോയി. ഫസ്റ്റ് തന്നെ കാണുന്നത് നമുക്ക് പിരാനയാണ്. അപ്പോൾ ഒരു സ്കെൽട്ടനൊക്കെ വെച്ചിട്ടുണ്ട്. പിരാനയാണല്ലോ, അപ്പോൾ ഒരു സ്കെൽട്ടൻ മസ്റ്റല്ലേ. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് കാണാൻ രസമുണ്ടായിരുന്നു. ഇത് വന്നിട്ട് ഇതെടുക്കാൻ പറ്റുമോ? വെള്ളത്തിൻ്റെ ഉള്ളിൽ നിന്ന് വെളിയിലെടുക്കരുത് എന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഒരാളിനെ കാണിച്ചു തരാം ഗായ്സ്. ദേ വരുന്നു കടൽ ജീവി. ഈ ജീവികളൊക്കെ എങ്ങനെയാണ് ഈ അക്വേറിയത്തിൽ വന്ന് പെട്ടെന്ന് അറിയില്ല. വേറൊരു സാധനത്തിനെ കാണിച്ചു തരാം. ഇത് കണ്ടു ഗൈസ്, നല്ല ക്യൂട്ടായിട്ടില്ലേ. ഇപ്പം നല്ല ഉറക്കാണ്. ഇതിനെയൊക്കെ എപ്പോഴാണ് ഈ ജലജന്തുക്കളാക്കിയെന്ന് അറിയില്ല. ഫിഷിംഗ് കോക്രോച്ച്, മഡഗാസ്കർ. ാണ് ക്യാരറ്റൊക്കെ തിന്നുക. വെള്ളത്തിലുണ്ടാകുന്ന ഒട്ടുമിക്ക ജീവികളും സസ്യങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ. മൂപ്പര് നല്ല പോസാണ്, കണ്ടില്ലേ? ഇതിന്റെ ചുണ്ട് കാണാൻ നല്ല രസമുണ്ടല്ലേ. നോക്കി ഈല് അത് നോക്ക്, വേറെ എണ്ണം വലുത് കിടക്കുന്നേ. കടൽപ്പാമ്പ്. ഗ്രൂപ്പായിട്ടേ പോവുള്ളൂ ഇവര്. ഇതെന്ത് ജീവിയായിരിക്കും? അതൊരു കറുപ്പ് ലോബ്സ്റ്ററാ തോന്നുന്നു. ലോബ്സ്റ്റർ ഒളിഞ്ഞു കളിക്കണേ. ഈ സാധനം നീമോ കുഞ്ഞതാണ്, വലുതായിട്ടില്ല. ഇല്ല, അതിലെടുത്തോലെ ഇതിലെടുക്കാം. ഇനി അതിൽ ഫോട്ടോസ് എടുത്താൽ മതി. പോയാലോ ഇതിനെന്താ പറയാ?
ഇത് നമ്മളൊരു ലൂപ്പിലൂടെ പോകുന്ന പോലെ നമ്മൾ ചുമ്മാ നിന്ന് കൊടുത്താൽ മതി, മൂവ് ആയിക്കോളും. ഗൈസ് ഇതിനെ തെരണ്ടി എന്നല്ലേ പറയാ. ഇതിൽ എങ്ങനെയൊക്കെയാന്ന് എനിക്ക് അറിഞ്ഞൂടാട്ടോ. ഡിഫറെൻറ്റ് സൈസൊക്കെ ഉണ്ട്. തന്നെയാണോ തോന്നുന്നുണ്ട്. ഇതിൻ്റെ കറക്റ്റ് പേര് അറിയുന്ന ഒരു കമൻറ്റ് ഇടണം കേട്ടോ. അതാണ് ക്വാറന്റൈൻ. ഇത് വന്ന ഡീപ് ഓഷനിൽ ഉണ്ടാവുന്നതാ. റൗണ്ടിലുണ്ട്, ഇത് ചിറക് പോലെ തന്നെ. ഇത് തൊരണ്ടി ഷാർക്ക്. ഇവിടെ അക്വേറിയം സെക്ഷൻ ആയിട്ടുണ്ട്. ഓരോ ഭാഗത്ത് നല്ല ഭംഗിയുണ്ട് കാണാൻ, ഓരോ ഭാഗങ്ങൾ ചെല്ലുമ്പോൾ. ജെല്ലി ഫിഷ്, മൂൺ ജെല്ലി. അതിനകത്തൊരു ഐസ്ക്രീം ബോയ്ക്ക് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ചീസ് ഐസ്ക്രീമാണ് മേടിച്ചത്. ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇക്കൊരു ചാരമണൽ പോലത്തെ ഒരു ഐസ്ക്രീം മേടിച്ച്, അത് തീരെ കൊള്ളത്തില്ലായിരുന്നു. മിന്നാജൊന്നും അത് തൊട്ടേ ഇല്ല. മിന്നാജിന് ചീസ് ഐസ്ക്രീം ഇഷ്ടപ്പെട്ടില്ല. അതൊരു ചെറിയ ഉപ്പ് ടേസ്റ്റൊക്കെ ഉണ്ടാവും. എനിക്ക് അതും പറ്റിയില്ല. ഓസ്ട്രിച്ച് മുട്ട. കുറേ ജീവികളുടെ ഫോസിൽസ് ഉണ്ട് കേട്ടോ. നല്ലതുപോലെ അവരതൊക്കെ സ്റ്റോർ ചെയ്ത് സൂക്ഷിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അതുതന്നെ നമുക്കതൊക്കെ കാണാനായിട്ടും പറ്റി. കുറേ ഐറ്റംസ് ഉണ്ട്. കുറേ പല്ല് കൊഴിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ. ആ കുപ്പിയിലാക്കി വെച്ചിരിക്കുന്നു. സാൻഡ് ടൈഗർ ഷാർക്ക് ടീ. വലിയ ക്രാബ്. ഇത് ബുൾ ഷാർക്ക്. എൻ്റെ കുട്ടികളെയും കൂടി പാവം ഗ്ലാസ്സിലാക്കി വെച്ച്. അതിൻ്റെ ഇതാണോ പിന്നെ ജോ, ഇതിനെന്താ പറയാ, ഫോസിൽസ്. എല്ലുകൾ. പക്ഷേ ഇത് കളർ കൊടുത്തത് എടാ അതിനവര് പഫർ ഫിഷില് ജാക്കി ചാനൽ കണ്ടിട്ടുണ്ടോ? വാരി പിടിച്ചിട്ട് അടിക്കണത്. Toys. പിന്നെ ഇതിനെ ഇടിക്കടാ, ഇങ്ങനെ മൂക്കിൽ ഇടിക്കി. ഇത് ക്ലോക്ക് ആണല്ലേ. ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ക്രിസ്മസിന് വരവേൽക്കാനായിട്ട്. അതെല്ലാം മോളിലും അവരിങ്ങനെ തന്നെയാണ് കേട്ടോ സെറ്റ് ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ അങ്ങോട്ട് പോയില്ല, നേരെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ്.
നമ്മുടെ ശരവണ ഭവൻ. ഞങ്ങളവിടെ പോയ സമയത്ത് ഏതൊക്കെയോ VIP വരുന്നുണ്ട്. അത് കാരണം കുറേ പോലീസും ഒക്കെ ഉണ്ടായിരുന്നു. സോ എനിക്ക് വീഡിയോ എടുക്കാനൊരു മടിയായ കാരണം ഞാൻ ക്യാമറ താഴ്ത്തിയിട്ടാണ് നടന്നിരുന്നത്. രാജ്യത്തൊക്കെ പോയിട്ട് എങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന് അറിയാതെ ചെയ്ത് കഴിഞ്ഞാൽ പണിയിട്ടിയാലോ. ഇവിടെ ഏതൊക്കെയോ VIPs വരികയാണ് ഫ്രണ്ട്സ്. ഇഷ്ടം പോലെ പോലീസ് വണ്ടി, പോലീസ് ബൈക്ക്. ഇതിൻ്റെ അടിയത്തെ ഫുഡ് കോർട്ടിൽ നിന്നാണ്, മോളിൽ നിന്നാണ് നമ്മൾ ഫുഡ് കഴിച്ചത്. പെട്ടെന്നായിരുന്നു നമ്മുടെ ക്യാബ് വന്നത് എയർപോർട്ടിൽ കൊണ്ടാക്കാൻ. അപ്പോൾ ബ്രദറിനോട് ശരിക്കും അങ്ങോട്ട് യാത്ര പറയാനൊന്നും പറ്റിയില്ല. അപ്പം അതിൻ്റെ ഒരു സങ്കടമൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അവനും അതേപോലെ ആകെ ഒരു ബുദ്ധിമുട്ടിലായി. അങ്ങനെ നമ്മുടെ എയർപോർട്ട് എത്താറായിട്ടുണ്ട്. എയർപോർട്ടിലെത്തിയ ശേഷം ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഫ്ലൈറ്റിൽ കയറി. ഫ്ലൈറ്റിൽ കയറിയപ്പോൾ ആ കലമ്പായിരുന്നു. കുറേ മലയാളീസ് ഉണ്ട്. കുട്ടികൾ ഭയങ്കര കരച്ചിലായിരുന്നു അതിനകത്ത്. കുട്ടികളെ മാനേജ് ചെയ്യാൻ കുറച്ച് പണി പെട്ടിട്ടുണ്ടായിരുന്നു അവൻ്റെ പേരൻസ്. കുഞ്ഞു മക്കളാണ്, 1 2 വയസ്സ്, അതുപോലെ 6 മാസമൊക്കെ ആയ കുട്ടികളായതുകൊണ്ട് ഭയങ്കര കരച്ചിലും ഒക്കെ ആയിരുന്നു. അപ്പോൾ ഞങ്ങളങ്ങനെ ഫ്ലൈറ്റിലൊക്കെ കയറി. പുറത്ത് ഭയങ്കര മഴയായിരുന്നു, അതാണ് ഈ ഗ്ലാസ്സിൽ കാണുന്നത്. അങ്ങനെ നമ്മുടെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തു. അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എനിക്ക് തല ചുറ്റാനായിട്ട് തുടങ്ങി. BP ലോ ആയിട്ടുണ്ടാവും. സോ ഞാൻ പിന്നെ എന്തെങ്കിലും കഴിക്കേണ്ടത് ഈ സാൾട്ടഡ് പീനട്ട് മേടിച്ച് കഴിച്ചു. മെൻഹാജ് ഒരു പ്രിങ്കിൾസും ഒരു കോഫിയും കുടിച്ച്. നമ്മൾ ഫുഡ് ഓൾറെഡി കഴിച്ചതൊന്നും ദഹിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കൊച്ചിയിൽ ഒരു 10:30 ആയപ്പോൾ നമ്മൾ ലാൻഡ് ചെയ്തു. നമ്മൾ ലേറ്റ് ആവുകയാണെന്ന് വെച്ചാൽ അവിടെ സ്റ്റേ ചെയ്ത് മോർണിംഗ് വരാമെന്നൊക്കെ കരുതിയതായിരുന്നു. ബട്ട് 10:30 ആയതുകൊണ്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോന്നു. അപ്പോൾ അതൊക്കെയാണ് മലേഷ്യൻ ട്രിപ്പിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരേക്കും ബൈ ഫ്രണ്ട്സ്.